സർക്കാർ അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ വളരെ കരുതലോടുകൂടി നടപ്പിലാക്കുകയാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഇദ്ദേഹം പറഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. ഇപ്പോൾ 80,000 പേർ എന്ന ഒരു നിജപ്പെടുത്തൽ, 80,000 പേർ പരമാവധി ഒരു ദിവസം ദർശനം എന്ന് പറയുന്നത് ശബരിമലയിൽ സാധ്യമാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഓൺലൈൻ ബുക്കിംഗ് മാത്രം എന്നുള്ള കടുംപിടുത്തം നടപ്പിലാകുമോ എന്നുള്ളതാണ്. ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഒരയ്യപ്പ ഭക്തനാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ പല സാഹചര്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപിരുന്നിട്ടുള്ള ഭരണസമിതികളുടെ പ്രവർത്തനങ്ങളിൽ അവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടും ഭക്തൻ എന്നുള്ള നിലയിലും അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ പ്രാഥമികമായി തന്നെ എനിക്ക് പറയാൻ കഴിയും, 80,000 എന്ന് നിജപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനയും അതിൻ്റെ നടപടിക്രമങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കാരണവശാലും അത് സക്സസ് ആവില്ല. ഗവൺമെൻറ് ഇപ്പം ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ പ്രായോഗികമാണ്, ആളുകളെ അവരുടെ സുരക്ഷയെ കരുതിയാണ്, പ്രായമായ ആളുകളടക്കം വരുമ്പോൾ അവരുടെ സൗകര്യമാണ്, കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, നമുക്ക് നല്ല അവതരണമാണ്. പക്ഷെ അത് പ്രായോഗികമല്ല എന്ന് പറയാൻ കാര്യം, നമ്മുടെ ഈ സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്ന് വരുന്നവർ ഒരുപക്ഷെ 10-41 ദിവസം കഠിന വ്രതമെടുത്ത് വരുന്നവരാണ്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഒരുപക്ഷെ കേരളത്തിൽ അത്രത്തോളം വ്രതമെടുത്ത് വരുന്ന ആളുകൾ കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഏറിയ പങ്കാളുകളും വ്രതമെടുത്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ വരുമ്പോൾ അനിയന്ത്രിതമായി ആൾക്കൂട്ടം വരുമ്പോൾ എല്ലാവരും ഓൺലൈൻ എടുത്തല്ല വരുന്നത്. ഈ വരുന്ന ആളുകൾ അവിടെ എത്തിയിരിക്കും. ആരൊക്കെ എവിടെയൊക്കെ തടഞ്ഞാലും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അവിടെ കൃത്യമായി വന്നിരിക്കും. ആ വരുന്ന ആളുകളെ കൺസിഡർ ചെയ്യാതിരിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല, ഗവൺമെൻറ്റിന് കഴിയില്ല. അപ്പോൾ അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ അത് അനുവദിക്കപ്പെട്ടേ മതിയാകൂ, അതുണ്ടാവും. ഇനി ഇവരെത്ര നിഷേധിച്ചാലും സമയത്ത് അത് ക്രമീകരിക്കേണ്ടി വരും. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ഈ മലയാള മാസം 4-ാം തീയതി രാത്രി പോയി 5-ാം തീയതി തിരിച്ചു വന്നയാളാണ്. അതിനു മുമ്പ് പോയിരുന്നു. ഓരോ മാസങ്ങളിലും പോകുന്നയാളാണ്. പല ദിവസങ്ങൾ, ചിലപ്പോൾ 1-ാം തീയതി ആവും, ചിലപ്പം 4-ാം തീയതി ആവും. രാഹുലിനൊക്കെ അറിയാമല്ലോ നമ്മൾ ശബരിമല വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് ഇടപെടുന്നത്, എത്രത്തോളം സ്ട്രോങ് ആയി നിൽക്കുമെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റം. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിരുന്ന കാലയളവിൽ ഒരുപാട് നമ്മൾ ഈ മലകയറ്റത്തിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾക്കുണ്ടാകുമ്പോൾ അല്പം ക്രമീകരണങ്ങൾ, തറയൊക്കെ സിമൻ്റ് ഇട്ട് ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം ഒരാച്ച് നടന്നു കയറുന്ന ആളുകൾക്ക് അല്പം കൂടി ഒരു അനായാസം കയറാൻ കഴിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെയൊന്നും ഞാൻ ചെറുതാക്കി കാണുന്നില്ല. അതുപോലെ തന്നെ വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ, ക്യൂ കോംപ്ലക്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയ ഒരാളെന്നുള്ള നിലയിൽ തിരക്കില്ലാത്തൊരു സമയമാണ് ഈ മലയാള മാസം 1 മുതൽ 5 വരെയുള്ള ദിവസം. ആ സമയത്ത് പോകുമ്പോൾ കണ്ട ഒരു കാര്യം, ആ സന്ദർഭത്തിൽ പോലും ഏതൊരു ഭക്തനോട് ചോദിച്ചാലും അറിയാം, എൻ്റെ സുഹൃത്താണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഇത് ഓപ്പണായിട്ടങ്ങ് പറയുകയാണ്, അടിയന്തര ശ്രദ്ധ വേണം. അവിടെ ഭക്തജനങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇടസമയം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വലിയ കുറവുള്ള സമയമാണ്. ആ കുറവുള്ള സമയത്ത് പോലും മൂക്ക് പൊത്താതെ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥാന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ഞാനതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് സുരക്ഷയെ കരുതി സംസാരിച്ചാലും ഭക്തരുടെ വരവിനെ അവർക്ക് വിലക്കാനോ തടയാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരിടമാണ് ശബരിമല. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ 80,000 എന്നൊക്കെ നിജപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ 80,000-ലൊന്നും നിജപ്പെടുത്താൻ കഴിയില്ല. ഓൺലൈനിൽ അതിൽ കൂടുതൽ രജിസ്ട്രേഷൻ വരും. ഇനി ഓൺലൈൻ അല്ലാതെ വരുന്ന ഒരുപാട് ഭക്തന്മാർ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തുനിന്നും വരും. അവർക്കുള്ള ക്രമീകരണം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കാതെ ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഗതാഗതം സ്തംഭിക്കാനും മറ്റു വാഹനങ്ങൾക്ക് കടന്നു